BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. മനാമയെയും മുഹറക്കിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സൽമാൻ ഹൈവേയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി പൊതുമന്ത്രാലയം ഉത്തരവിറക്കി. ഇരുഭാഗത്തു നിന്നുമുള്ള 3 ലൈനുകളിൽ ഒരെണ്ണം വീതം അറ്റകുറ്റപ്പണികൾക്കായി അടച്ചിടുകയും മറ്റ് 2 ലൈനുകളിലൂടെ ഗതാഗതം അനുവദിക്കുകയും ചെയ്തു. ഇന്നലെ രാത്രി 11 മുതൽ ഇന്ന് രാവിലെ 5 മണി വരെയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. ബഹ്റൈൻ യൂണിവേഴ്സിറ്റിക്കും സല്ലാഖ് അണ്ടർപാസിനുമിടയിലുള്ള റോഡിലും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്നും പൊതുമരാമത്ത് മന്ത്രാലയം അറിയിച്ചു. റിഫയിലേക്ക് പോകുന്ന കിഴക്കുഭാഗത്തെ 3 ലൈനുകളിൽ 1 ലൈൻ അടച്ചിട്ടായിരിക്കും അറ്റകുറ്റപ്പണികൾ നടക്കുക. വെള്ളിയാഴ്ച രാവിലെ 4 മുതൽ ഞായറാഴ്ച രാവിലെ 5 വരെയായിരിക്കും നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ബഹ്റൈൻ ക്യാപിറ്റൽ ഗവർണറേറ്റ് ഡയറക്ടർ ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഫോളോ അപ്പ് ഡയറക്ടർ യൂസുഫ് ലോറിക്ക് ബഹ്റൈൻ KMCC ആസ്ഥാനത്ത് ആക്ടിംഗ് പ്രസിഡന്റ് AP ഫൈസലിന്റെയും ജനറൽ സെക്രട്ടറി അസൈനാർ കളത്തിങ്കലിന്റെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകി. വൺ ബഹ്റൈൻ ഹോസ്പിറ്റാലിറ്റി ജനറൽ മാനേജർ ആന്റണി പൗലോ, സാമൂഹിക പ്രവർത്തക അനാട്ട, ജമിയത്തുൽ ബോറ ഇസ്ലാമിയ ബഹ്റൈൻ പ്രസിഡന്റ് വുസൈമ നൊമാനി, ബബാ സാക്കിയുദ്ദീൻ, സ്റ്റേറ്റ് ഭാരവാഹികളായ KP മുസ്തഫ, ഷംസുദ്ദീൻ വെള്ളിക്കുളങ്ങര, ഷാഫി പാറക്കട്ടെ, ഗഫൂർ കൈപ്പമംഗലം, OK കാസിം, സലീം തളങ്കര, റഫീഖ് തോട്ടക്കര, ഷരീഫ് വില്യാപ്പള്ളി എന്നിവർ പങ്കെടുത്തു. രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ അധികാരാരോഹണത്തിന്റെ രജത ജൂബിലിയോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ആഘോഷ പരിപാടികൾക്കായി നീക്കിവെച്ച തുക രാജ്യത്തെ വിവിധ സാമൂഹിക ചാരിറ്റി സംഘടനകൾക്ക് നൽകാൻ തീരുമാനിച്ചതായി റോയൽ കോർട്ട് കാര്യമന്ത്രി ഷെയ്ഖ് ഖാലിദ് ബിൻ അഹമ്മദ് അൽ ഖലീഫ വ്യക്തമാക്കി. ഹമദ് രാജാവിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത്. സാമൂഹിക പങ്കാളിത്തത്തോടെ വിവിധ ആഘോഷ പരിപാടികൾ സംഘടിപ്പിക്കാനും പൊതുജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനപ്പെടാനും തീരുമാനം അവസരമൊരുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബഹ്റൈൻ ദേശീയ ദിനാഘോഷങ്ങളടക്കമുള്ള പരിപാടികൾ വിപുലമായി സംഘടിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പവിഴദ്വീപിൽ കഴിഞ്ഞ വർഷം രൂപവൽകൃതമായ വനിതകളുടെ സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ കൂട്ടായ്മ സിസ്റ്റേഴ്സ് നെറ്റ്വർക്ക് ബഹ്റൈൻ ആലപ്പുഴ സ്വദേശിനിയുടെ ചികിത്സാ ആവശ്യങ്ങൾക്കായി സഹായം കൈമാറി. BMCയിൽ നടന്ന ചടങ്ങിൽ കൂട്ടായ്മയുടെ പ്രസിഡന്റ് ഹലീമ ബീവി, വൈസ് പ്രസിഡന്റ് ഷക്കീല മുഹമ്മദ് അലി, സെക്രട്ടറി മായ അച്ചു, ജോയിന്റ് സെക്രട്ടറി ഷംല എന്നിവരുടെ സാന്നിധ്യത്തിൽ BMC ചെയർമാൻ ശ്രീ ഫ്രാൻസിസ് കൈതാരത്താണ് തുക കൈമാറിയത്. നിർധന കുടുംബത്തിന് വേണ്ടി കൂട്ടായ്മയിലെ അംഗങ്ങളായ ഉസൈബ, അനിത എന്നിവർ ചേർന്ന് ഏറ്റുവാങ്ങി. KMCC ബഹ്റൈൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ 2024 പ്രവർത്തനോദ്ഘാടനം റിവൈവ് 2024 ജൂലൈ 5 രാത്രി 8 KMCC ആസ്ഥാന മന്ദിരത്തിലെ ഹൈദരലി ശിഹാബ് തങ്ങൾ ഓഡിറ്റോറിയത്തിൽ നടക്കും. അബ്ദുസമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നിർവഹിക്കും. റിവൈവ് 2024 പ്രചാരണത്തിന്റെ ഭാഗമായി പെരുന്നാൾ രാവിൽ സംഘടിപ്പിച്ച മൈലാഞ്ചി മൊഞ്ച് പാലക്കാട് ജില്ലയിലെ KMCC വനിതാ അംഗങ്ങളുടെ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. ജില്ലാ പ്രസിഡന്റ് ഇൻമാസ് ബാബുവിന്റെ അധ്യക്ഷതയിൽ സംസ്ഥാന ആക്ടിംഗ് പ്രസിഡന്റ് AP ഫൈസൽ ഉദ്ഘാടനം നിർവഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി പാറക്കട്ട, സംസ്ഥാന സെക്രട്ടറി റഫീഖ് തോട്ടക്കര, സിറ്റി കളർ MD നൌഷാദ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഷറഫുദ്ദീൻ മാറായമംഗലം, അൻവർ കുമ്പിടി, നൌഫൽ പടിഞ്ഞാറങ്ങാടി, മാസിൽ പട്ടാമ്പി, ഫൈസൽ വടക്കാഞ്ചേരി, കബീർ നെയ്യൂർ, മണി പട്ടാമ്പി, യഹ്യ വണ്ടുംതറ, റഷീദ്, സുഹൈൽ, ഫാസിൽ, ജിഷാദ്, സാദിഖ്, മുബാറക് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലാ സെക്രട്ടറി അനസ് നാട്ടുകൽ സ്വാഗതവും ജില്ലാ ഓർഗനൈസിംഗ് സെക്രട്ടറി ആഷിഖ് മേഴത്തൂർ നന്ദിയും പറഞ്ഞു. വനിതകൾക്കിടയിൽ സംഘടിപ്പിച്ച മൈലാഞ്ചിയിടൽ മത്സരത്തിൽ 1ാം സ്ഥാനം സമീന സുഹൈലും 2ാം സ്ഥാനം റഫ്ന റസാഖും 3ാം സ്ഥാനം ആഷിക റഷീദും കരസ്ഥമാക്കി. മർഷിദ നൌഷാദ്, റജീന ഇസ്മയിൽ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. ബഹ്റൈൻ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ട പ്രവാസി സഹോദരങ്ങൾക്ക് മനാമ സൂക്കിൽ തീപിടുത്തത്തിൽ മരണമടഞ്ഞവരുടെയും വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തി. പ്രവാസ ജീവിതം നയിക്കുന്ന ഓരോരുത്തർക്കും ഈ ദുരന്തം ഹൃദയഭേദകമാണെന്നും വിട്ടുപിരിഞ്ഞ പ്രവാസി സഹോദരന്മാരുടെ കുടുംബത്തിൽ ദുഃഖത്തിൽ പത്തനംതിട്ട ജില്ലാ പ്രവാസി അസോസിയേഷൻ പങ്കുചേരുന്നുവെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് വിഷ്ണു വിയും സെക്രട്ടറി ജയേഷ് കുറുപ്പും അനുശോചന സന്ദേശത്തിൽ അറിയിച്ചു. ജീവകാരുണ്യ കലാ സാംസ്കാരിക സംഘടനയായ ലൈഫ് ഓഫ് കെയറിംഗ് BMCയുമായി സഹകരിച്ച മഹഫിൽ രാത്ത് പ്രോഗ്രാം നടത്തി. പ്രശസ്ത ഗായകരായ ഷാഫി കൊല്ലം, ബൻസിറ റഷീദ്, ആഷിർ വടകര എന്നിവർ നയിച്ച ഗസൽ ഗാനമേള, ബഹ്റൈനിലെ പ്രമുഖ കലാകാരന്മാർ അവതരിപ്പിച്ച വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി.
അമ്പിളി ശിവാംബിക എന്നിവർ ഷോ ഡയറക്ടർമാരായിരുന്നു. ഇന്ത്യൻ ക്ലബ്ബിൽ നടന്ന പ്രോഗ്രാമിന് ലൈഫ് ഓഫ് കെയറിംഗ് പ്രസിഡന്റ് ശിവാംബിക അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി മുന്താസ് സ്വാഗതം പറഞ്ഞു. മുഖ്യാതിഥി ഷാഫി കൊല്ലം ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ഹുസൈൻ അഹമ്മദ് അൽ സവാദ്, സാബിൽ മുൻറോത്ത്, ഫ്രാൻസിസ് കൈതാരത്ത്, ഗോപിനാഥ് മേനോൻ, ബഷീർ അമ്പലായി, മോനി ഒടിക്കണ്ടത്തിൽ, സുധീർ തിരുനെല്ലത്ത്, കാത്തു സച്ചിൻ ദേവ്, ഡോക്ടർ ശ്രീദേവി എന്നിവർ വിശിഷ്ടാതിഥികളായി. ചടങ്ങിൽ ഡോക്ടർ അമൃത സുധീർ, നാദിയ ബഷീർ, ഷമീർ സലീം, അർഷാദ് എന്നിവരെ ആദരിച്ചു. സാമൂഹിക പ്രവർത്തകരായ സലാം അമ്പാട്ടുമൂല, ഗഫൂർ കയ്പമംഗലം, മണിക്കുട്ടൻ, ജേക്കബ് തോക്കുംതോട്, അനസ് റഹീം, ഷിഹാബ് കറുകപുത്തൂർ, ഫാസിൽ വട്ടൂളി, സൽമാനുൽ ഫാരിസ്, നിസാർ കുന്നംകുളത്തിങ്കൽ, റംഷാദ് ഐലക്കാട്, ഷെറിൻ ഷൗക്കത്ത്, തോമസ് ഫിലിപ്പ്, ഹുസൈൻ വയനാട്, ജയേഷ് താന്നിക്കൽ, സലീം ജെയ്സ്, സുഭാഷ് തോമസ്, അബ്ദുൾ ലത്തീഫ്, സാജൻ ചെറിയാൻ എന്നിവർ സന്നിഹിതരായി. തിരുവനന്തപുരം ബാലരാമപുരത്ത് തൊഴിലുറപ്പ് തൊഴിലിനിടെ കടന്നൽ കുത്തേറ്റ് 13 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. 2 പേരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച വൈകിട്ട് 4:30 സംഭവം. ബാലരാമപുരം പഞ്ചായത്തിലെ മണലിയിൽ വാർഡിലെ പുലൈക്കോണം തോട് വൃത്തിയാക്കുന്നതിനിടെയാണ് കടന്നൽ ആക്രമണം. തോട്ടിനുള്ളിലെ പാഴ്ചെടികൾ മാറ്റുന്നതിനിടെ കടന്നൽ കൂട് തകരുകയായിരുന്നു. 14, 17, 19 വാർഡുകളിലെ 52 പേർ തൊഴിലുറപ്പ് ജോലി ചെയ്യുമ്പോഴാണ് കടന്നലിന്റെ ആക്രമണമുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ വാസന്തി, ഗീത എന്നിവരെയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ശാന്തകുമാരി, സിന്ധു, പ്രീത, മര്യാദാസ്, മറിയാത്തങ്കം, ബിന്ദുകല, സിസിലി, റാണി, രാധ എന്നിവർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. കൂട്ടത്തോടെ വന്ന കടന്നലിനെ കണ്ട് നിലത്ത് കിടന്നും ഓടിയും മാറിയത് കൂടുതൽ പേർക്ക് രക്ഷയായി. വലുപ്പം കൂടിയ ഇനത്തിലുള്ള കടന്നലാണ് കുത്തിയത്. കുത്തേറ്റവർക്ക് വലിയ തോതിൽ തലകറക്കവും തലവേദനയും അനുഭവപ്പെട്ടു. വിൻസെന്റ് MLA ഉൾപ്പെടെ വിവിധ നേതാക്കൾ ആശുപത്രിയിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു. ഇടുക്കി ജില്ലാ കളക്ടറെ മാറ്റാൻ സർക്കാരിന് ഹൈക്കോടതിയുടെ അനുമതി. സാധാരണ നടപടിക്രമത്തിന്റെ ഭാഗമായി കളക്ടർ ഷീബ ജോർജിനെ മാറ്റാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാർ നൽകിയ ഉപഹർജിയിലാണ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് S. മനു എന്നിവരടങ്ങുന്ന ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. കയ്യേറ്റം ഒഴിപ്പിക്കുന്നതടക്കം ചുമതലയുള്ളതിനാൽ കളക്ടറെ മാറ്റാൻ അനുമതി നൽകാനാവില്ലെന്നായിരുന്നു കോടതിയുടെ മുൻ നിലപാട്. പട്ടയത്തിനായി ജില്ലയിൽ പലരും കാത്തിരിക്കുകയാണെങ്കിലും നടപടികളിൽ വേണ്ട പുരോഗതിയില്ലെന്ന് കോടതി നിരീക്ഷിച്ചു. ഇതിനൊപ്പം അനധികൃത കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുകയും പട്ടയത്തിന്റെ കൃത്യത സംബന്ധിച്ച് അന്വേഷിക്കുകയും വേണം. ഡിജിറ്റൽ സർവേ നടന്നു വരികയാണ്. മറ്റൊട്ടേറെ ഉത്തരവാദിത്തങ്ങളുള്ളതിനാൽ ജില്ലാ കളക്ടർ എന്ന നിലയിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാൻ മതിയായ സമയം ലഭിക്കുന്നില്ല. ഈ സാഹചര്യത്തിലാണ് കളക്ടർക്ക് തുല്യമോ അതിലുയർന്ന പദവിയിലോ ഉള്ള ഉദ്യോഗസ്ഥനെ സ്പെഷ്യൽ ഓഫീസറായി നിയമിക്കാൻ നിർദ്ദേശിച്ചതെന്നും ഇക്കാര്യം സർക്കാർ പരിഗണിക്കണമെന്നും ഉത്തരവിൽ പറയുന്നു. മാഹി മേഖലയിലെ വിവിധ പ്രദേശങ്ങളിൽ ബോംബ് സ്ക്വാഡിന്റെ സഹായത്തോടെ മാഹി പോലീസ് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തുന്നതിനായി പരിശോധന നടത്തി. സമീപ പ്രദേശങ്ങളിൽ നടന്ന ബോംബ് സ്ഫോടനങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്ഫോടക വസ്തുക്കളും ആയുധങ്ങളും സൂക്ഷിക്കുന്നത് തടയാനും പിടികൂടുന്നതിനുമായാണ് മാഹി പോലീസ് പരിശോധന. ചെറുകല്ലായി, ചാലക്കര പള്ളൂർ, ഇരട്ടപ്പിലാക്കോൽ, ഈസ്റ്റ് പള്ളൂർ, ചെമ്പ്ര, വെസ്റ്റ് പള്ളൂർ പ്രദേശങ്ങളിൽ വ്യാപക പരിശോധന നടത്തിയത്. SI ജിയാസിന്റെ നേതൃത്വത്തിലുള്ള കണ്ണൂർ ബോംബ് ഡിറ്റക്ഷൻ സ്ക്വാഡും സ്ഫോടക വസ്തുക്കൾ തിരിച്ചറിയുന്നതിൽ പരിശീലനം സിദ്ധിച്ച ലെക്സി എന്ന പോലീസ് നായ ഉൾപ്പെടെയുള്ള ശ്വാനസേനയും മാഹി പോലീസിനെ സഹായിക്കാനെത്തിയിരുന്നു. മാഹി പോലീസ് സൂപ്രണ്ട് G. ശരവണന്റെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ CI R. ഷൺമുഖം, മാഹി SI KC അജയ്കുമാർ, പള്ളൂർ SI CV റെനിൽകുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് SI IP പ്രദീപ് എന്നിവരും പങ്കെടുത്തു. ആൾതാമസമില്ലാത്ത വീടുകൾ, നിർമ്മാണം നിലച്ച കെട്ടിടങ്ങൾ, കുറ്റിക്കാടുകൾ എന്നിങ്ങനെ സാമൂഹ്യ വിരുദ്ധർ സ്ഥിരമായി തമ്പടിക്കുന്ന പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് പരിശോധന നടന്നത്. ഇത്തരം പരിശോധനകൾ വരും ദിവസങ്ങളിൽ തുടരുമെന്നും വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ടെന്നും പോലീസ് സൂപ്രണ്ട് G. ശരവണൻ അറിയിച്ചു. അനധികൃത തടി കടത്തലിനെതിരെ കടുത്ത നടപടിയുമായി വനം വകുപ്പ്. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ യാതൊരുവിധ രേഖകളുമില്ലാതെ 4 ലോറി തടികളാണ് വനം വകുപ്പ് പിടികൂടിയത്. അഞ്ചൽ റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ അധിക ചുമതല വഹിക്കുന്ന കുളത്തൂപ്പുഴ റേഞ്ച് ഓഫീസർ അരുണിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി ചാത്തന്നൂരിൽ നിന്നും കടത്താൻ ശ്രമിച്ച തേക്ക് തടിയും ടോറസ് ലോറിയും പിടികൂടിയിരുന്നു. 2 ദിവസങ്ങൾക്ക് മുൻപും ഇത്തരത്തിൽ 3 ലോറികളും തടിയും വനംവകുപ്പ് പിടികൂടിയിരുന്നു. അനധികൃത തടികടത്തൽ വ്യാപകമായി എന്ന പരാതിയിലാണ് നടപടി ആരംഭിച്ചത്. കൊല്ലം ജില്ലയിൽ ഉടനീളം അനധികൃതമായി പ്രവർത്തിക്കുന്ന നിരവധി ആടുകളുണ്ടെന്നും ഇവിടങ്ങൾ കേന്ദ്രീകരിച്ച് വൻതോതിൽ ഇതര സംസ്ഥാനങ്ങളിലേക്കുൾപ്പെടെ തടി കടത്തുന്നതുമായാണ് വനപാലകർ പറയുന്നത്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് IMAC കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.